ഈ വീട്ടിൽ അടിച്ചെടുത്ത നല്ല പൊറോട്ടയും അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റും. ഇതിന്റെ കോമ്പിനേഷനും എല്ലാം വേറെ ഏതെങ്കിലും ഉണ്ടോ? നമുക്കത് ഉണ്ടാക്കി വരാം. നല്ല കാട്ടുപോത്തിന്റെ ഇറച്ചിയാണ് വേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ നാട്ടിലെ പോത്തായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. അതിനെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കുക, കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇടുക. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം, മല്ലിപ്പൊടി എന്നിവയെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കുക്കറിലേക്ക് ഇട്ട് ഒരു 6 വിസിൽ കപ്പിക്കണം. അപ്പോൾ വെന്ത് വരും. 4-5 സവാള എടുക്കുക. സവാള നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അതിനെ അരിഞ്ഞെടുക്കണം. ഓക്കെ. ഉള്ളി, പച്ചമുളക് എന്നിവ സ്മാഷ് ചെയ്തെടുക്കുക. തക്കാളി മുറിച്ചെടുക്കുക. എണ്ണയിലേക്ക് ഗ്രാമ്പു, കറുവപ്പട്ടയൊക്കെ ഇട്ടതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് മസാലകൾ ചേർക്കുക. കുറച്ച് ബീഫ് മാത്രമാണ് ഇന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ട് സെപ്പറേറ്റ് ഞാൻ വഴറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി കൂടുതലിടുക, പിന്നെ കറിവേപ്പില ഇടുക. ഇട്ടിട്ട് എണ്ണ വറ്റി വരും. എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നല്ലതുപോലെ ആയി എന്ന് മനസ്സിലാവുന്നത്. സെറ്റായി വന്നിട്ടുണ്ട്. വീട്ടിൽ അടിച്ചെടുത്ത പൊറോട്ടയാണ്. പൊറോട്ടയുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യാൻ കേട്ടോ, അതിന് ടൈം എടുക്കും. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. സൂപ്പർ സാധനമാണ് കേട്ടോ. ഇത് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി പൊറോട്ട. കുഴഞ്ഞ് മരിക്കാറായിരിക്കുന്ന പൊറോട്ടയെ കണ്ടില്ലേ, അതിനെ എടുത്ത് നമ്മൾ ബീഫിനോടൊപ്പം കൂട്ടിപ്പിടിക്കുക. ബീഫ് എന്ന് പറഞ്ഞാൽ പോത്താണ്. പോത്തിനെ വല്ലതും വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് കഴിക്കുക. നല്ലതുപോലെ കഴിച്ച് മൃതി അടയുക. സോറി, ആത്മനിർവൃതി കൊള്ളുക. അത്രേ ഉള്ളൂ. സൂപ്പർ.